ഇന്ന് നമ്മൾ റൂ റൂ എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറിയാണ്. ആരാണ് ഇത് രചിച്ചിട്ടുള്ളത്? പാരു ആനന്ദ്. പാരു ആനന്ദ് എന്നാണ് റൈറ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. റൂ റൂ എക് കങ്കാരു ക ബച്ചാ ഥ. റൂ റൂ എന്ന് പറയുന്നത് ഒരു കങ്കാരുവിന്റെ ബച്ച ആയിരുന്നു, കുട്ടിയായിരുന്നു. കങ്കാരു കെ ബച്ചോ കോ ജോയ്സ് കെഹത്തെ ഹെ. അപ്പൊ ബച്ച എന്ന് പറയുമ്പോൾ കുട്ടി എന്നുള്ള അർത്ഥമാണ്. ഒരു കുട്ടീനാണ് നമ്മൾ ബച്ച എന്ന് പറയുന്നത്. കങ്കാരു കെ ബച്ചെ അല്ലെങ്കിൽ ബച്ചോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കങ്കാരുവിന്റെ കുട്ടികളെ എന്തെന്നാണ് പറയുന്നത്? ജോയ്സ് എന്നാണ് കെഹത്തെ ഹെ വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. കെഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക. അപ്പം റൂറു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിന്റെ കുട്ടിയാണ്. കങ്കാരുകളുടെ കുട്ടികളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ജോയ്സ് എന്ന് പറയുന്നത്. ബച്ച എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, ഒറ്റയ്ക്ക്. ബച്ചെ എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ്, കുട്ടികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ വൈസെ ഹി ജൈസെ കുത്തെ के बच्चे को पिल्ला और बिल्ली के बच्चे को बिलोटा कहते हैं. वैसे ही जैसे എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണോ കുത്തേക്ക് ബച്ചേക്കോ, ഈ നായ്ക്കളുടെ കുട്ടികളെ എന്താണ് പില്ല എന്നും, അതുപോലെ തന്നെ ബില്ലി, ബില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പൂച്ച, പൂച്ചയുടെ കുട്ടികളെ ബിലോട്ട എന്നും വിളിക്കുന്നത്. അതായത് നായ്ക്കുട്ടികളെ പില്ല എന്നും പൂച്ചക്കുട്ടികളെ ബിലോട്ട എന്നും വിളിക്കുന്നത് പോലെ തന്നെ കങ്കാരുവിന്റെ കുട്ടികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ജോയ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കങ്കാരും അതിന്റെ കുട്ടീനെയും കാണുന്നുണ്ടല്ലേ ഈ പിക്ചറിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. उसकी अम्मी उसे रू रू बुलाती थी क्योंकि वह हमेशा रोता रहता था. ഉസ്കി അമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കങ്കാരുവിന്റെ അമ്മ. ഉസെ റൂ റൂ ബുലാത്തി ഥി. ആ അമ്മ, ഈ കങ്കാരുക്കുട്ടി ഉണ്ടല്ലോ, റൂറുവിന്റെ അമ്മ ആ കുട്ടീനെ റൂ റൂ ബുലാത്തി ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്നത്, വിളിച്ചിരുന്നത് എന്നാണ്. അപ്പോ റൂ റൂ എന്നാണ് ഈ കങ്കാരുക്കുട്ടീന്റെ അമ്മ അതിനെ വിളിച്ചിരുന്നത്. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ വ ഹമേഷ റോത്ത രഹതാ ഥ. അവൻ ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും, റോത്ത രഹതാ ഥ. റോന എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുക. റോത്ത രഹതാ ഥ എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ കങ്കാരുക്കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അതിന്റെ അമ്മ അതിനെ എന്താണ്? റൂ റൂ എന്നാണ് വിളിച്ചിരുന്നത്. റോ ക്യൂ രഹേ ഹോ അമ്മീനെ ഫിർ പൂച്ച. അതായത് അമ്മ അങ്ങനെ ചോദിക്കുകയാണ്, റോ ക്യൂ രഹേ ഹോ. ക്യൂ എന്ന് വെച്ചാൽ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കും. അമ്മീനെ ഫിർ പൂച്ച. ഫിർ എന്ന് വെച്ചാൽ വീണ്ടും. അമ്മ വീണ്ടും പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അമ്മീനെ ഫിർ പൂച്ച എന്ന് പറയുമ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അക്കേല അക്കേല ലഗ്താ ഹെ ബേട്ട. ക്യാ തുംകോ എന്താണ് നിനക്ക്? ബഹുത് അക്കേല അക്കേല എന്ന് വെച്ച് കഴിഞ്ഞാല് അക്കേല എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ്, ഒരു ഒറ്റപ്പെടല്. അതിനാണ് അക്കേല ഹോന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കേല ലഗ്ന എന്ന് പറയുന്നത്. ബഹുത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അധികം എന്നുള്ള അർത്ഥമാണ്. ബേട്ട മകനെ. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് എപ്പോഴും ഒരുപാട് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ എന്ന്. അതാണ് ഈ ക്യാ തുംകോ ബഹുത് അക്കേല അക്കേല ലഗ്താ ഹെ ബേട്ട എന്നുള്ളതിന്റെ അർത്ഥം. ഒരുപാട് ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന്. ജേബ് സെ ഏക് ബാരീക് സി ആവാസ് ആയി, ഹാ മേരാ കോയി ദോസ്ത് നഹീ ഹെ. അപ്പൊ അമ്മ ഇത് ചോദിച്ച സമയത്ത് ജേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ സഞ്ചി. ഈ കങ്കാരുവിന്റെ വയറിന്റെ ഇവിടെയായിട്ട് അതിന്റെ സഞ്ചി ഉണ്ടായിരിക്കുമല്ലോ, അതിലാണ് ഈ കുട്ടികൾ ഇരിക്കുക, ചെറിയ കുട്ടികൾ ഇരിക്കുക. അപ്പോ ആ ഒരു എന്താണ് കങ്കാരുവിന്റെ അവിടുത്തെ ആ സഞ്ചിയിൽ നിന്ന് ഒരു ശബ്ദം, ഒരു ബാരീക് ആവാസ് എന്നാണ് പറയുന്നത്. ബാരീക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ആയി വന്നു. അപ്പോ അമ്മ ഇതിങ്ങനെ ചോദിച്ചല്ലോ, നിനക്ക് ഒരുപാട് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും നേരിയ ഒരു ശബ്ദം എന്താണ് ആ വയറിന്റെ അവിടുത്തെ പൗച്ചിൽ നിന്നും വന്നു. ഹാ മേരാ കോയി ദോസ്ത് നഹി. അപ്പൊ കുട്ടി പറയാണ്, റൂറു പറയാണ്, അത് ശരിയാണ്, മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളത്. ദോസ്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ, ഫ്രണ്ട്സ് എന്നുള്ള അർത്ഥത്തിലാണ്. നെഹി എന്ന് പറയുമ്പോൾ ഇല്ല. അപ്പൊ എനിക്ക് കൂട്ടുകാരായി കോയി ദോസ്ത് നഹി എന്നാണ് പറയുന്നത്. എനിക്ക് കൂട്ടുകാരായി ആരും തന്നെ ഇല്ല എന്നാണ് കുട്ടി പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. अम्मी खुशी से कूदने फांदने लगी तो इसलिए उदास रहता था मेरा बच्चा.
वो देर तक കൂത്തി ഹി രഹി. അപ്പോ അമ്മി ഖുഷി സെ കൂതിനെ ഭാന്തനെ ലഗി എന്ന് പറയുമ്പോൾ കൂതിന ഭാന്തന എന്ന് വെച്ച് കഴിഞ്ഞാല് തുള്ളിച്ചാടുക എന്നുള്ള അർത്ഥമാണ്. ഖുഷി സെ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട്. അപ്പോ അമ്മ സന്തോഷത്തോടു കൂടിയിട്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. तो इसलिए ഉദാസ് രഹത്താ ഥാ മേരാ ബച്ച. അപ്പോ അതുകൊണ്ടാണോ, ഇസ്ലിയെ എന്ന് പറയുമ്പോൾ ഈ കാരണം കൊണ്ടാണോ, ഇതുകൊണ്ടാണോ ഉദാസ് രഹത്താ ഥാ വിഷമിച്ച് ഇരുന്നിരുന്നത്, മേരാ ബച്ച എന്റെ മകൻ. അപ്പോ എന്റെ കുട്ടി ഈ കാരണം കൊണ്ടാണോ വിഷമിച്ചിരുന്നത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. വോ ദേർ തക് കൂത്തി രഹി. അങ്ങനെ ദേർ തക്ക് എന്ന് പറയുമ്പോൾ കുറെ സമയം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ കങ്കാരുവിന്റെ അമ്മ, ഈ റൂറുവിന്റെ അമ്മ കുറെ സമയത്തോളം ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു. കൂത്തിരഹി എന്താണ്, ചാടിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അമ്മ എന്താണ് പറയുന്നത്, റൂറു അബ് ടൈം ആ ഗയ ബച്ച. അതായത് അമ്മ പറയാണ്, റൂറു ഇപ്പോ, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ടൈം ആ ഗയ എന്ന് പറഞ്ഞാൽ സമയം വന്നെത്തിയിരിക്കുന്നു, ബച്ച മകനെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ റൂറുവിനോട് അമ്മ പറയാണ്, ഇപ്പോ സമയമായിരിക്കുന്നു. അമ്മി കി ഗോദ് സെ നിക്കലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അമ്മിക്ക് ഗോദ് സെ നിക്കലോ എന്ന് പറഞ്ഞാൽ, ഗോദ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. അപ്പൊ അമ്മിക്ക് ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മയുടെ മടിത്തട്ട്. സെ അവിടെ നിന്നും, നിക്കലോ, നിക്കലോ എന്ന് പറഞ്ഞാൽ പുറത്തു കടക്കൂ. ഓർ ബാഹർ ജാക്കർ എന്നിട്ട്, ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിട്ട് അല്ലെങ്കിൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ബാഹർ ജാക്കർ പുറത്ത് പോയിട്ട്, ദോസ്ത് ബനാവോ കൂട്ടുകാരെ ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പൗച്ചിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് പുറത്തു പോയി മറ്റുള്ളവരുമായി കൂട്ടുകൂടാനാണ് പറയുന്നത്. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണ് പറയുന്നത്. റൂറു ने थोड़ा डरते हुए झिझकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. ഇപ്പൊ റൂറ് എന്താ ചെയ്തത്, തോട ഡർത്തെ ഹുയെ, കുറച്ച്, ഡർനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കുക, തോട എന്ന് പറഞ്ഞാൽ കുറച്ച്, ജിജക്തെ ഹുയെ കുറച്ച് മടിയോട് കൂടിയിട്ട്. ജിജക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കുറച്ച് മടി കാണിക്കുക എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹോലേസെ, ഹോലെ എന്ന് പറഞ്ഞാൽ പതുക്കെ. അമ്മി കി ജേബ് സെ സിർ ബാഹർ നിക്കാല, അമ്മയുടെ ആ പൗച്ചിൽ നിന്നും, ആ എന്താണ് കങ്കാരുന്റെ ആ സഞ്ചി ഉണ്ടല്ലോ അതിൽ നിന്നും സിർ ബാഹർ നിക്കാല എന്താണ്, തല പുറത്തോട്ട് എടുത്തു. സിർ എന്ന് പറഞ്ഞാൽ തല, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, നിക്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെടുത്തു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോ റൂറു ഇത് കേട്ടപ്പോഴേ പതുക്കെ എന്താണ്, പേടിച്ചിട്ട് കുറച്ച് മടിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അമ്മയുടെ ആ സഞ്ചിയിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ തല എടുത്തു. ദുനിയ കിത്തിനി ബഡി ഥി. അങ്ങനെ റൂറു അമ്മയുടെ ആ സഞ്ചിയിൽ നിന്നും തല പുറത്തോട്ട് ഇട്ടിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്ത്, ദുനിയ കിത്തിനി ബഡി ഥി എന്ന്. അതായത് ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, കിത്തിനി എന്ന് പറഞ്ഞാൽ എത്രത്തോളം, ബഡി ഥി വലുതാണ് എന്ന്. ബട അല്ലെങ്കിൽ ബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ തല പുറത്തോട്ടിട്ട് നോക്കിയപ്പോഴാണ് ഈ ലോകം എത്ര വലുതാണ് എന്ന് റൂറുവിന് മനസ്സിലായത്. അപ്പൊ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, ആ റൂറുവിന്റെ ആ ഒരു ജിജ്ഞാസയും ആകാംക്ഷയൊക്കെയാണ് അത് കാണിക്കുന്നത്. പെട്ടെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കണ്ടപ്പോ ഇങ്ങനെ തോന്നാണ്, ഓ ഈ ലോകം ഇത്രയും വലുതായിരുന്നല്ലേ എന്ന്. കിത്തിനി സുന്ദർ, അതുപോലെ തന്നെ എത്രയോ സുന്ദരമായതാണ് ഈ ലോകം. കിത്തനെ സാരി റംഗ്, എത്രയോ റംഗ് എന്ന് പറഞ്ഞാൽ നിറങ്ങളുള്ളതാണ് ഈ ലോകം. ആവാസെ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പോ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഈ ലോകം വളരെ വലുതാണ്, സുന്ദരമാണ്, ഒരുപാട് കളേഴ്സ് ഉള്ളതാണ്, ഒരുപാട് ശബ്ദങ്ങൾ ഉള്ളതാണ്. പിന്നെയും എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കിത്തിനി ഖുഷ്ബു, ഖുഷ്ബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം, സ്മെല്ല് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എത്രയോ തരം സുഗന്ധമാണ് ഈ ലോകത്തുള്ളത് എന്ന്. അപ്പൊ റൂറു ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ റൂറു കാണുകയും അനുഭവിക്കുകയും ചെയ്യാണ്. പർ റൂറു സെഹം ഗയ, പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോഴ് റൂറു സെഹം ഗയ എന്ന് പറഞ്ഞാൽ റൂറു പകച്ചുപോയി. സെഹം ജാന എന്ന് പറഞ്ഞാൽ പകയ്ക്കുക എന്നുള്ളതാണ്. ഇത്തിനി ബഡി ദുനിയ ഥി ബാഹർ, അങ്ങനെ റൂറു വിചാരിക്കുകയാണ് ബാഹർ പുറത്ത്, ഇത്തിനി ബഡി ദുനിയ ഥി എന്താണ്, ഇത്രയും വലിയ ലോകമുണ്ടായിരുന്നു എന്ന്. അമ്മി കങ്കാരു തോടി ദേർ തോ സബ്ര കിയേ രഹി. സബ്ര കർണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക, സമാധാനത്തോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പം അമ്മി കങ്കാരു, അമ്മ കങ്കാരു എന്താണ് ചെയ്തത്, തോടി ദേർ എന്ന് പറഞ്ഞാൽ, തോടി എന്ന് പറയുമ്പോൾ കുറച്ച്, ദേർ എന്ന് പറയുമ്പോൾ സമയം, കുറച്ച് സമയം, സബ്ര കിയേ രഹി എന്താണ്, സമാധാനത്തോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു.
ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കാത്തിരുന്നു. ഫിർ ഹൽക്കെ സെ ഥപ്കി ദി. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? ഫിർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം, എന്നിട്ട് ഹൽക്കെ സെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട്, പതുക്കെ, സോഫ്റ്റ് ആയിട്ട്, ഥപ്കി ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമലില് തട്ടി. ഥപ്കി ദേനാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് കാണിക്കുന്ന രീതിയിൽ അവരുടെ ചുമലിലും തട്ടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഹൽക്കേസെ ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ല, മൃദുവായിട്ട്, സോഫ്റ്റ് ആയിട്ടാണ് ഈ റൂറുവിനെ ഇങ്ങനെ തട്ടിയത്. फिर रूरू को खुद जेब से निकलने की कोशिश करते देखने लगी. എന്നിട്ട് എന്താണ് ചെയ്തത്? ഫിർ എന്നിട്ട് റൂരു ഖുദ് ജേബ് സെ നിക്കൽനേക്ക്, അതായത് പിന്നീട് റൂറു സ്വയം തന്നെ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ, ജേബ് സെ നിക്കൽനേക്ക്, അതായത് ആ പോക്കറ്റിൽ നിന്ന്, ആ പൗച്ചിന്റെ, അമ്മയുടെ ആ വയറിന്റെ അവിടെയുള്ള ആ സഞ്ചി ഉണ്ടല്ലോ, ആ പോക്കറ്റ്, ആ പൗച്ച്, അതിൽ നിന്ന് നിക്കൽനേക്ക് കോഷിഷ് കർത്തെ, പുറത്തോട്ട് കടക്കാനായിട്ട് ശ്രമിക്കുന്നത്, കോഷിഷ് കർണ എന്ന് വെച്ചാൽ ശ്രമിക്കുക, കർത്തെ ദേഖ്നെ ലഗി, നോക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ കണ്ടു നിന്നു എന്നുള്ളതാണ്. അതായത് മൊത്തം സെന്റൻസിന്റെ അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ, അമ്മ റൂറുവിനെ പതുക്കെ ഇങ്ങനെ തട്ടി ചുമലില്, എന്നിട്ട് റൂരു സ്വയം തന്നെ അമ്മയുടെ ആ പൗച്ചിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നത് അമ്മ നോക്കി നിൽക്കാനായിട്ട് തുടങ്ങി. ആഖിർ റൂറു ജേബ് സെ ബാഹർ നിക്കല. ആഖിർ എന്ന് പറഞ്ഞ അവസാനം എന്താണ് ഉണ്ടായത്? റൂരു ഈ പൗച്ചിൽ നിന്ന്, അമ്മയുടെ വയറിന്റെ അവിടെയുള്ള ആ സഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് കടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത്? നീച്ചി ടെഹനി പർ എക് ചിടിയ ഗാന ഗാ രഹി ഥി. അപ്പോ മരത്തിന്റെ അവിടെയുള്ള, നീച്ചി എന്ന് പറഞ്ഞാൽ താഴെയുള്ള എന്നാണ് കേട്ടോ അർത്ഥം. ടെഹനി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ചില്ല അല്ലെങ്കിൽ കൊമ്പ്. അതിന്റെ മുകളിൽ എക് ചിടിയ ഗാന ഗാ രഹി ഥി, ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. ഗാന ഗാ രഹീഥി എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറു ഒരു പക്ഷീനെ നോക്കിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. रूरू ने चिड़िया से पूछना चाहा कि क्या उसे और गाने भी आते हैं. അപ്പോ റൂറു ചിടിയയോട്, ചിടിയാസെ എന്ന് പറയുമ്പോൾ ചിടിയയോട്, പൂച്ഛന ചാഹ ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചു. പൂച്ഛന എന്ന് പറഞ്ഞാൽ ചോദിക്കുക, പക്ഷെ ഇവിടെ പൂച്ഛന ചാഹ എന്നാണ് പറയുന്നത്. അപ്പം ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചു. കി ക്യാ ഉസെ ഓർ ഗാനെ ബി ആത്തെ ഹെ, എന്താണ് ഈ പക്ഷിക്ക് വേറെ ഏതെങ്കിലും പാട്ട് അറിയുമോ എന്ന്. ഓർ ഗാനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും പാട്ട് പാടാനായിട്ട് അറിയുമോ എന്ന് ചോദിക്കണം എന്ന് റൂരു ആഗ്രഹിച്ചിരുന്നു. ക്യാ വോ ഉസെ ഗാന സിഖാ ദേഗി, എന്നിട്ട് എന്താണ് ഈ പക്ഷി റൂറുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്നും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഗാന സിഖാന എന്ന് വെച്ച് കഴിഞ്ഞാല് പാടാനായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ പക്ഷിക്ക് ഈ പാടുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും പാട്ട് അറിയുമോ, അത് മാത്രല്ല റൂറുവിനെ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു റൂറുവിനെ. പർ ചിടിയ ഉടുക്കർ ദൂസരെ പേർ പർ ബാഡ് ഗയി, പക്ഷെ ചിടിയ എന്താണ് ചെയ്തത്? പറന്നു പോയിട്ട് അടുത്തുള്ള, ഉടുക്കർ എന്ന് വെച്ച് കഴിഞ്ഞാല് പറന്നു പോയിട്ട്, ദൂസരെ പേട് പർ ബാഡ് ഗയി, എന്താണ് വേറൊരു മരത്തില്, മറ്റൊരു മരത്തില് ഇരുന്നു എന്നാണ് പറയുന്നത്. ദൂസരെ പേട് പർ എന്ന് പറയുമ്പോൾ മറ്റൊരു മരത്തിൽ, ബാഡ് ഗയി എന്താണ് ഇരുന്നു. रुको रुको जाओ मत, चिड़िया के पीछे कूदता हुआ റൂറു ने चिल्लाया. അപ്പോ റുക്കോ റുക്കോ, നിൽക്കൂ നിൽക്കൂ, ജാവു മത് പോകരുത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ചെടിയാക്കിയ പീച്ചെ, ഈ പക്ഷിയുടെ പീച്ചെ എന്ന് പറയുമ്പോൾ പിന്നാലെ, കൂതുത്ത ഹുവ ചാടിക്കൊണ്ട്, റൂറുനെ ചില്ലായ, എന്താണ് റൂറു ചില്ലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കെ ഇങ്ങനെ അലറി വിളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. റുക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുക, ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ റുക്കോ റുക്കോ ജാവോ മത് എന്ന് പറഞ്ഞാൽ നിൽക്കൂ നിൽക്കൂ, പോകരുതേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഈ പക്ഷിയുടെ പിന്നാലെ ഇതും പറഞ്ഞുകൊണ്ട് ചാടിച്ചാടിയിട്ട് റൂറു അതിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് പോയി. ചിടിയ ബോലി, ചിടിയ ബോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ബോലിന എന്ന് പറഞ്ഞാൽ പറയുക, ബോലി എന്ന് പറയുമ്പോൾ പറഞ്ഞു. മേ റുക് നഹി സക്തി, എനിക്ക് നിൽക്കാനായിട്ട് കഴിയില്ല.
നഹി സക്തി എന്ന് പറഞ്ഞാൽ കഴിയില്ല, റുക്ന എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പം എനിക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. ബഹത് ബുറാ ഹോ ഗയാ ഹെ, ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്, എന്തോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറയാണ് ഈ പക്ഷി. ക്യാ ബുറാ ഹുവ, അപ്പം റൂരു ചോദിക്കും എന്താണ് സംഭവിച്ചത്, എന്താണ് ആപത്ത് എന്ന് ചോദിക്കുകയാണ്. പിछली रात भयानक तूफान आया था. പിച്ചിലി രാത്ത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ രാത്രി, പിച്ചിലി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി, ഭയാനകമായിട്ടുള്ള, തൂഫാൻ എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ്, ആയാഥ വന്നിരുന്നു. മേരാ ഘോസ്ല ബിഖർ ഗയാ ഹെ, അപ്പം എൻ്റെ ഘോസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേര എന്ന് പറയുമ്പോൾ എൻ്റെ, ഘോസ്ല എന്ന് പറഞ്ഞാൽ കൂട്, കിളിക്കൂടിനാണ് ഘോസ്ല എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കൂട് ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാൽ തകർന്നു പോയി, ആ കൊടുങ്കാറ്റില് എന്താണ് ഈ പക്ഷിയുടെ കൂട് തകർന്നു പോയി എന്ന് പക്ഷി പറയാണ്. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ, കഹി മേരെ ബച്ചെ ഗിർ ന ജായേ. അപ്പോ ഈ പക്ഷി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൂട് തകർന്നല്ലോ, അപ്പം ആ മരത്തിന്റെ മുകളിൽ നിന്ന് എന്റെ കുട്ടികൾ താഴെ വീഴുവാണാവോ, വീഴരുതേ എന്നുള്ള അർത്ഥത്തിലാണ് കഹി മേരെ ബച്ചെ ഗിർ ന ജായേ എന്ന് പറയുന്നത്. മേ ഗാന നഹി ഗാ രഹി ഥി, ഞാന് പാട്ട് പാടുകയല്ലായിരുന്നു എന്നാണ് പക്ഷി പറയുന്നത്. അപ്പനെ സാഥി കോ ബുലാ രഹി ഥി, അപ്പനെ സാഥി എന്ന് പറഞ്ഞാൽ ഈ പക്ഷിയുടെ മേറ്റ്, അതായത് ഈ പക്ഷികൾ, ഒരു മെയിൽ പക്ഷിയും ഒരു ഫീമെയിൽ പക്ഷി ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ മേറ്റിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. അപ്പം ഈ പക്ഷി അതിന്റെ സാഥീനെ, അതിന്റെ പെയറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലാതെ പാട്ട് പാടുകയല്ലായിരുന്നു എന്നാണ് പക്ഷി പറഞ്ഞത്. വോ ആ ഗയേ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഘോസ്ല ഠീക് കർലേ, അപ്പം എന്താണ് ഈ പെയർ വരുവാണെന്നുണ്ടെങ്കിൽ, ഈ പക്ഷീന്റെ മേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, വോ ആ ജായേത്തോ വരികയാണെങ്കിൽ, ഹം മിൽക്കർ ഞങ്ങൾ, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, മിൽക്കർ എന്ന് വെച്ചാൽ ചേർന്നിട്ട് ഒന്നിച്ച്, ജൽദി ജൽദി പെട്ടെന്ന് തന്നെ, ഘോസ്ല എന്ന് വെച്ചാൽ ആ കിളിക്കൂട്, ഠീക് കർലേ ശരിയാക്കാമായിരുന്നു എന്ന്. അപ്പം ഈ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവരുതേ, ആ കൂടെ എൻ്റെ മേറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ വീണ്ടും നിർമ്മിക്കാം എന്നുള്ള അർത്ഥത്തില് എന്താണ് തന്റെ പെയറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പക്ഷി, അതല്ലാതെ അത് പാട്ട് പാടുകയല്ലായിരുന്നു എന്നാണ് റൂറുവിനോട് ആ പക്ഷി പറഞ്ഞത്. പിന്നീട് നമ്മൾ അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്, പക്ഷിയും റൂറും കൂടിയിട്ട് എങ്ങോട്ടോ പോകുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് ഇനി സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. റൂറു ചിടിയ കി സാത്ത് ചൽ പടാ, റൂറു ചിടിയ കി സാത്ത് എന്ന് പറഞ്ഞാൽ ചിടിയയോടൊപ്പം, ചൽപട എന്താണ് പോവാനായിട്ട് തുടങ്ങി, നടന്നു. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ ഥേ, ഈ കുട്ടികള് ജമീൻ പർ എന്ന് പറഞ്ഞാൽ നിലത്ത്, ഭൂമിയില്, ബേഹാൽ പടേ ഹുയേ ഥേ, ബേഹാൽ പടേ ഹുയേ ഥേ എന്ന് പറയുമ്പോൾ അവശരായിട്ട് കിടക്കുകയായിരുന്നു. ബേഹാൽ എന്ന് പറഞ്ഞാൽ അവശരായിട്ട്, പടേ ഹുയേ ഥേ എന്ന് പറയുമ്പോൾ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സേ റോയി, ഇത് കണ്ടിട്ട് എന്താ ഉണ്ടായത്, ഈ ചിടിയ, ഈ പക്ഷി, ജോർ സേ എന്ന് പറഞ്ഞാൽ ഉറക്കെ, റോയി കരഞ്ഞു, റോന എന്ന് പറഞ്ഞാൽ കരയുക, റോയി എന്ന് പറയുമ്പോൾ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാഥി ഉഡ്താ ഹുവ ആയ, അപ്പോ ഈ പക്ഷിയുടെ ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം, സുൻ കേട്ടിട്ട്, ഉസ്കാ സാഥി ആ പക്ഷിയുടെ മേറ്റ്, ഉഡ്താ ഹുവ ആയ എന്താണ് പറന്നുകൊണ്ട് വന്നു, ഉഡ്താ ഹുവ എന്ന് പറഞ്ഞാൽ പറന്നുകൊണ്ട്, ആയ വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ് റൂറു കോ ഏക് ഖ്യാൽ ആയ, ആ രണ്ട് പക്ഷികളെയും, ഉൻ ദോനോക്കോ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പക്ഷികളെയും, ഉദാസ് ദേഖ് വിഷമത്തോടു കൂടി കണ്ടപ്പോൾ, ഉദാസ് എന്ന് പറഞ്ഞാൽ വിഷമത്തോടു കൂടി, ആരെ കണ്ടത്, റൂറു ഈ രണ്ട് പക്ഷികളുടെയും വിഷമം കണ്ടപ്പോൾ റൂറുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരികയാണ്, ഒരു ഖ്യാൽ ആയ എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത വരികയാണ്. എന്താ, മുജെ ഏക് ജഗ മാലൂം ഹെ, എനിക്ക് ഒരു സ്ഥലം അറിയാം എന്നാണ് റൂറു പറയുന്നത്. മാലൂം ഹെ എന്ന് പറഞ്ഞാൽ അറിയാം, ജഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലം എന്നാണ് അർത്ഥം. മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്, അപ്പോ എനിക്ക് ഒരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे ഉടനെ ലായക് നഹി ഹോ ജാത്തെ വേ ആരാം സെ വഹി രഹ സക്തേ ഹെ, അതായത് കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് പറക്കാനായിട്ടുള്ള ഒരു പ്രായം
എത്തുന്നത് വരെ അവർക്ക് ആറാംസെ എന്ന് പറഞ്ഞാൽ അവർക്ക് സേഫായിട്ട് സുഖമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്കറിയാം എന്നാണ് റൂറു പറഞ്ഞത്. ജബ് തക് ബച്ചെ ഉഡ്നെ ലായക് നെഹി ഹോ ജാത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികൾക്ക് പറക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി വരുന്നത് വരെ വേ ആറാംസെ അവർക്ക് സ്വസ്ഥരായിട്ട് വഹി രഹ സക്തേ ഹെ അവിടെ തന്നെ താമസിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ഉടനെ ലായക് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കാനുള്ള പ്രാപ്തി ലഭിക്കുക എന്നുള്ള അർത്ഥമാണ്. ആറാംസെ എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയോട് കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾ പറക്കാൻ ആവുന്ന പ്രായമാവുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം എന്നാണ് റൂറു പറഞ്ഞത് ഈ പക്ഷികളോട്. എന്നിട്ട് അടുത്ത പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? റൂറുവും പക്ഷിയും പക്ഷിയുടെ കുട്ടികളും റൂറുവിന്റെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് കാണുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഉണ്ടായത്? റൂറു की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. റൂറു की मदद से എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറുവിന്റെ മദത് എന്ന് പറഞ്ഞാൽ സഹായം, സഹായത്തോട് കൂടിയിട്ട് അമ്മീനെ ഈ അമ്മ റൂറുവിന്റെ അമ്മ എന്താണ് ചെയ്തത്? ധീരെ ധീരെ പതുക്കെ പതുക്കെ സാരെ ബച്ചോക്കോ എല്ലാ കുട്ടികളെയും, സാരെ എന്ന് പറഞ്ഞാൽ മുഴുവൻ, എല്ലാ ബച്ചോക്കോ കുട്ടികളെയും, അപ്പനി തൻ്റെ, അപ്പനി എന്ന് പറഞ്ഞാൽ തൻ്റെ, നരം, നരം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള, മുലായം ജേമേ റഖ്ലിയ അപ്പൊ തൻ്റെ എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ആ സഞ്ചിയിൽ, ആ പോക്കറ്റിൽ, ആ പൗച്ചില് റഖ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. യഹാ ഉൻഹെ കോയി ഖത്റ നഹി ഥ. യഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഉൻഹെ അവർക്ക്, കോയി ഖത്റ നഹി ഥ. കോയി ഖത്റ നഹി ഥ എന്ന് പറഞ്ഞാൽ ഒരു ആപത്തും ഇല്ലായിരുന്നു എന്നാണ്. ഖത്റ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, എന്തെങ്കിലും ആപത്കരമായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ആ പൗച്ചിൽ ഇല്ലായിരുന്നു. കുട്ടികൾക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ചിടിയ ഖുഷി സെ ഗാനെ ലഗി. അങ്ങനെ പക്ഷികൾ സന്തോഷത്തോടു കൂടിയിട്ട്, ഖുഷി സെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയിട്ട് പാടാനായിട്ട് തുടങ്ങി. ഉൻഹോനെ റൂറു കോബി ഗാന സിഖാ ദിയ. അവരെന്താ ചെയ്തത്? റൂറു കോബി എന്ന് പറഞ്ഞാൽ റൂറുവിനും എന്നാണ് അർത്ഥം. ഗാന സിഖാ ദിയ പാടാനായിട്ട് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പാട്ട് പഠിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സിഖാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. उस रात रूरू आहिस्ता से संभल कर अम्मी की जेब में घुसा. ഉസ് റാത്ത് എന്ന് പറഞ്ഞാൽ ആ രാത്രി റൂറു എന്താണ് ചെയ്തത്? ആഹിസ്താസെ, ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ, സംഭൽക്കർ സൂക്ഷിച്ചിട്ട്, സംഭൽക്കർ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട്, അമ്മി കി ജേബ് മേ ഘുസ, ഘുസ്ന എന്ന് പറഞ്ഞാൽ കയറുക എന്നുള്ള അർത്ഥമാണ്. അപ്പം അമ്മയുടെ ആ പൗച്ചില് പതുക്കെ സൂക്ഷിച്ച് കയറി. വ ചിടിയോ കി ബഗൽ മേ ദുബക് ഗയ. അവൻ എന്താണ് ചെയ്തത്? ഈ പക്ഷികളുടെ എന്താണ് ബഗൽ മേ എന്ന് പറഞ്ഞ സൈഡിലായിട്ട്, ദുബക് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുങ്ങി ഇരുന്നു എന്നാണ് പറയുന്നത്. അബ് വോ അക്കേല നഹി ഥ. ഇപ്പോ അവൻ ഒറ്റപ്പെട്ടിരുന്നില്ല, അതായത് അവൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നാണ് പറയുന്നത്. അബ് വോ അക്കേല നഹി ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്? ആദ്യം റൂറു എന്ന് പറയുന്നത് വളരെ ലോൺലി ആയിരുന്നു, വളരെ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ഒരു കങ്കാരു കുഞ്ഞായിരുന്നു. പിന്നെ ഈ റൂറുവിനെ സാധാരണ കങ്കാരു കുട്ടികളെ എന്താണ് വിളിക്കുക? ജോയ്സ് എന്നാണ് വിളിക്കുക. പട്ടിക്കുഞ്ഞുങ്ങളെ പില്ല എന്നും പൂച്ച കുഞ്ഞുങ്ങളെ ബിലോട്ട എന്നൊക്കെ വിളിക്കുന്നത് പോലെ തന്നെ കങ്കാരു കുഞ്ഞുങ്ങളെ ജോയ്സ് എന്നാണ് പറയുക. പക്ഷെ ഈ കങ്കാരു കുഞ്ഞിനെ അവന്റെ അമ്മ റൂ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഈ കങ്കാരു എപ്പോഴും, ഈ കുട്ടി എപ്പോഴും വിഷമിച്ചിട്ട് കരയുമായിരുന്നു, അതുകൊണ്ടാണ് അതിനെ റൂ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അമ്മ ചോദിക്കുകയാണ്, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒരു കാരണം മനസ്സിലായല്ലോ. അപ്പൊ ആ കാരണം മനസ്സിലായ സന്തോഷത്തിൽ അമ്മ ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തത്? കങ്കാരുവിന്റെ അടുത്ത് ഈ ലോകം കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ പറയാണ്, എൻ്റെ ഈ പൗച്ചിൽ നിന്ന് നീ പുറത്ത് കടക്കണം, എന്നിട്ട് ഈ ലോകം എന്താണെന്ന് കാണാനായിട്ട് ശ്രമിക്കണം എന്ന്.
അപ്പോൾ റൂറ് പേടിച്ചിട്ടാണെങ്കിലും പതുക്കെ അമ്മയുടെ ആ പൗച്ചിൽ നിന്ന് തല പുറത്തോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഈ ലോകം ഒന്ന് നോക്കിക്കാണാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോഴാണ് റൂറുവിന് മനസ്സിലായത് ഈ ലോകം എത്ര വലുതാണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര തരം ശബ്ദങ്ങളും കളേഴ്സും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ഈ ഒരു സീനിൽ നമ്മൾ എന്താ കാണുന്നത്, കങ്കാരു അമ്മയുടെ പൗച്ചിലിരുന്നിട്ട് റൂറു ലോകം നോക്കി കാണുന്നതാണ്. അങ്ങനെ ഈ ലോകം എന്താണെന്ന് കണ്ടപ്പോൾ ഈ റൂറുവിന് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുകയും എന്നിട്ട് പതുക്കെ അമ്മയുടെ പൗച്ചിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്തു റൂറു. അങ്ങനെ പുറത്ത് കടന്നതിന് ശേഷം ഈ ലോകത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പക്ഷി പാട്ട് പാടുന്നത് കാണുന്നതും അതിനോടുള്ള താല്പര്യം കൊണ്ട് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകുമ്പോൾ ഈ പക്ഷിക്ക് ഉണ്ടായ സാഹചര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും റൂരു സഹായിക്കുകയാണ്. എന്നിട്ട് ഈ പക്ഷി കുഞ്ഞുങ്ങളെ റൂറുവിന്റെ അമ്മയുടെ പൗച്ചിലേക്ക് എടുത്ത് ഇടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് പറക്കാനുള്ള ഒരു പ്രാപ്തിയാവുന്നത് വരെ അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് റൂറുവിന്റെ അമ്മയുടെ പൗച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാത്രിയാവുന്ന സമയത്ത് ഈ പക്ഷി കുഞ്ഞുങ്ങളോടൊപ്പം റൂറുയും അമ്മയുടെ പൗച്ചിൽ കയറിയിട്ട് അവിടെ പതുങ്ങിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റൂറു ഒറ്റയ്ക്കല്ല, അവന് ഫ്രണ്ട്സ് ഇല്ല എന്നുള്ള ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.